ബസ് സൗഹൃദം കട്ടപ്പന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമം നടന്നു. മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബസ് സൗഹൃദം കട്ടപ്പന വാട്സപ്പ് കൂട്ടായ്മയുടെ സംഗമം നടന്നത്. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടുന്തൂടായ സ്വകാര്യ ബസ് മേഖലയുടെ ഭാഗമായിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ 3 തലമുറയിലുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. പതിനോതാരമായ ഭൂതകാലം വിസ്മയം നമ്മിൽ നിന്ന് കുറേശ്ശെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുമ്പേ പോയവരുടെ വിയർപ്പുകളങ്ങൾ വീണ് മണ്ണിൽ അല്പത്വത്തിന്റെ പട്ട് വിരിച്ച് അധ്വാനത്തിന്റെ നാളുകളെ മറക്കരുതെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരിതെളിക്കൽ പോലും നമുക്ക് സമ്മാനിച്ചത്. എന്റെ ബാല്യകൗമാരങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഹീറോസ് അതിൽ പലരും ഇവിടെ ഉണ്ട്. വല്ലപ്പോഴും മാത്രം ബസ് വന്നിരുന്ന നമ്മുടെ നാട്ടിലെ വഴി നേര്യമംഗലമാണ് ലോകത്തിന്റെ അതിർത്തി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്കാലം. മുനിയറയിൽ നിന്ന് പൊൻപുടിപ്പുഴയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ അവിടെ തിളങ്ങുന്ന ഒരു ബസ് കിടപ്പുണ്ട്. ആ ബസ്സിലെ ഏറ്റവും വലിയ ഹീറോ ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവർ കയറി കഴിയുമ്പോഴേക്ക് ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരെല്ലാവരും വളരെയേറെ ആഹ്ലാദത്തോടു കൂടിയിട്ട് സീറ്റുകളിൽ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ വല്ലാത്ത തിക്കും തിരക്കുമായിരിക്കും. മുന്നിലെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൊള്ളുന്ന ഞാൻ 2-3 വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ കണ്ടക്ടർ എന്റെ അരികിൽ വന്ന് പറയും, ഒരു കാര്യം ചെയ്യാം, ഏറ്റവും പുറകിൽ ചെന്നത്. ആ പുറകിൽ തന്നപോലെ ഷർട്ടറല്ല, ഇങ്ങനെ പഴുതവർ ചേർത്തിരിക്കുക. അപ്പൊ ഏറ്റവും പിന്നാമ്പുറത്ത് നിന്ന് ആ പഴുതയുടെ ഇടയിലൂടെ ഇങ്ങനെ ഛർദ്ദിച്ചു പോകുമ്പോൾ ആ ഹൈറേഞ്ചിന്റെ വളവ് തിരിവുകളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടിമാലിയിൽ കടന്നു പോകുമ്പോൾ ഈ കണ്ടക്ടർ എന്റെ അരികിൽ വീണ്ടും വന്ന് പറയും, അപ്പൊ മടുത്തല്ലേ, നേരിമംഗലം കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കുന്നു. എന്താണ് ഇതിന്റെ മായക കാരണം? ഞാനിങ്ങനെ പലപ്പോഴും അന്വേഷിച്ചപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി. നേരിമംഗലം കഴിയുമ്പോഴേക്കും വളവ് തിരിവുകളാണ്, കയറ്റിറക്കങ്ങൾ. അപ്പോ ഭൂമിയുടെ അതിർത്തി നേരിമംഗലമാണെന്ന് വിചാരിച്ചിരുന്ന ആ ബാല്യകൗമാരത്തെ കവിത എഴുതിയിരുന്ന ഒരു കാലഘട്ടം വരെ എന്റെ മനസ്സിൽ, എഴുതി തുടങ്ങിയ ഒരു കാലഘട്ടം വരെ എന്റെ മനസ്സിൽ ബസ് ജീവനക്കാരും ഒക്കെ കഥാപാത്രങ്ങളായിട്ടില്ലെങ്കിൽ പോലും വലിയൊരു അനുഭവം എനിക്ക് സമ്മാനിച്ചത്. മേഖലകൾ താണ്ടി ബസ്സുകൾ പോകുമ്പോൾ ഇതുപോലുള്ള വേനൽക്കാലങ്ങളിൽ എല്ലാം പറ്റി വരണ്ടിരിക്കുന്നു, പുഴയും കൈത്തോടും പറ്റി വരണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ ചിലയിടത്ത് കാട്ടുതീ ഇങ്ങനെ പറ്റുന്നു. ഒരുപക്ഷെ എനിക്ക് ആദ്യമായിട്ട് തന്നെ വലിയൊരു അംഗീകാരം കിട്ടിയ കവിത ഈ ബസ് യാത്രയിൽ നിന്ന് മനസ്സിലിരിക്കുന്ന കവിതയാണ്. ശാരീരിക ശിശിരം കഴിഞ്ഞ് ഹരിതവന ശാദികളൊക്കെ പൊഴിഞ്ഞു കാട്ടുതീയേറ്റ് വരേണ്ടതും ശാന്തന ഭൂമികളിലാകെ കാട്ടാളകുട്ടിയാണ്. ആ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചത് ബസ് യാത്രയാണ്. സ്വന്തം തൊഴിൽ കൊണ്ട് ആയുസിന്റെ സിംഹഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖദുഃഖങ്ങളും പങ്കുവെക്കുവാനും പരസ്പരം കൈത്താങ്ങാകുവാനും വേണ്ടിയാണ് ബസ് സൗഹൃദം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുകൂടിയത്. 450ഓളം അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ്. സംഗമത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മുതിർന്നവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു.
പ്രസാദ് വിലങ്ങുപാറ, ശ്രീകാന്ത് രവീന്ദ്രൻ, മോൻസി സി, മധുസൂദനൻ നായർ ടി കെ, മോഹനൻ എം കെ, സാംസി ഉതുപ്പ്, രാജേഷ് കുട്ടിമാളു, അഖിൽ സി രവി, അനീഷ് കെ കെ, അജിമോൻ വി എസ്, ബിജു പി വി, രഞ്ജിത്ത് പി ടി, ഷിബു ജോർജ്, മനു പ്രസാദ് പി ആർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.